21 വർഷം പഠിച്ചത് വെറും 10,000 മാസ ശമ്പളത്തിന് വേണ്ടിയാണോ? അതും ഇന്റർവ്യൂവിന് പോയാൽ സ്കിൽസ് ഉണ്ടോ എന്ന് ചോദിക്കും. കൂടാതെ നാട്ടുകാരും ബന്ധുക്കളും ജോലി കിട്ടിയോ എന്ന് ചോദിച്ച് കുഴപ്പിക്കും. ഇതിൽ നിന്നും രക്ഷപ്പെടാൻ ഒരു ഗെയിം ചേഞ്ചിങ് ഷോർട്ട് കട്ട് ഉണ്ട്. പക്ഷേ 90% ആളുകൾക്കും ഇതറിയില്ല. യഥാർത്ഥത്തിൽ എന്താണ് പ്രശ്നം? ജോലികൾ ഇല്ലാത്തതാണോ പ്രശ്നം? ഇനി ജോലി കണ്ടെത്താൻ കഴിയാത്തതാണോ പ്രശ്നം? ഡിഗ്രി ആണോ പ്രശ്നം? യഥാർത്ഥത്തിൽ ജോലി ഇല്ലാത്തതല്ല, പക്ഷേ ജോലി കണ്ടെത്താൻ ശ്രമിക്കാത്തതും വെറും ഡിഗ്രി മാത്രമാണ് ക്വാളിഫിക്കേഷൻ എന്നതുമാണ് പ്രശ്നം. യഥാർത്ഥത്തിൽ പ്രശ്നം എന്ന് പറയുന്നത് മറ്റുള്ളവരുടെ ഉപദേശം കേൾക്കുന്നതാണ്. ഉപദേശിക്കുന്നവർ നമ്മുടെ മേഖലയിലുള്ളവർ ആയിരിക്കണം, അല്ലാതെ അവരുടെ ഉപദേശം കേൾക്കാതിരിക്കുന്നതാണ് ഏറ്റവും അനുയോജ്യം. യൂട്യൂബിലും ഇൻസ്റ്റയിലും ആരെങ്കിലും പറയുന്നത് കേട്ട് ഇടയ്ക്ക് കോഴ്സ് മാറ്റുന്നതും കരിയർ എയിം മാറ്റുന്നതും അതുപോലെ CV മാറ്റുന്നതും ഒഴിവാക്കുക. നിങ്ങൾ ഇൻ്റർവ്യൂവിന് പോകുന്ന കമ്പനിക്ക് എങ്ങനെയുള്ള എംപ്ലോയിയാണ് ആവശ്യം എന്നത് ആദ്യം തിരിച്ചറിയുക. അതിന് പറ്റിയ ഒരു എംപ്ലോയിയാണ് നിങ്ങൾ എന്ന് സ്വയം മനസ്സിലാക്കിയാൽ മാത്രം ആ ഇൻ്റർവ്യൂവിന് പോവുക. നമ്മൾ ഇത്രയും നേരം സംസാരിച്ചത് പ്രശ്നങ്ങളെക്കുറിച്ചാണ്. ഇനി ഈ പ്രശ്നങ്ങൾക്കുള്ള പരിഹാരങ്ങൾ ഏതെല്ലാം എന്ന് നോക്കാം. ജോബിൽ മാത്രം ഫോക്കസ് ചെയ്യാതെ സൈഡ് ഇൻകത്തിൽ കൂടി ശ്രദ്ധിക്കുക. ഫ്രീലാൻസ് സ്കിൽസ് ആൻഡ് പോർട്ട്ഫോളിയോ നിങ്ങളുടെ കരിയർ പാത്വേ എളുപ്പമാക്കും. ഇത് ഡിജിറ്റൽ ഏജ് ആണ്. ഓൺലൈനിൽ നിന്നും വരുമാനമുണ്ടാക്കാനും ശ്രമിക്കും. പുതിയ സ്കില്ലുകൾ പഠിക്കാം. ഇത് പറയുമ്പോൾ നിങ്ങൾ ചിലവിനെ കുറിച്ച് പറയും. എന്നാൽ ഈ ഡിജിറ്റൽ വേൾഡിൽ ഓപ്പൺ സോഴ്സിൽ നിന്ന് തന്നെ 95% സ്കിൽസ് പഠിക്കാം. ChatGPT പ്ലസ് യൂട്യൂബ്, വുഡ്മേ എന്നിവയിൽ നിന്ന് പഠിച്ച് കോഴ്സിയറിൻ്റെ ഗൂഗിൾ അപ്രൂവ്ഡ് ആയിട്ടുള്ള സർട്ടിഫിക്കറ്റ്, അതും അന്താരാഷ്ട്ര സർട്ടിഫിക്കറ്റ് ലഭിക്കും. നിങ്ങൾ പഠിക്കേണ്ട ചില സ്കില്ലുകൾ ഉണ്ട്. അത് നിങ്ങൾ IT മേഖലയിലോ മറ്റേത് മേഖലയിലായാലും ചില ബേസിക് സ്കിൽസ് പഠിക്കണം. ഒന്നാമത്തത് ടൈപ്പിംഗ് സ്കിൽസ്. ഇപ്പോൾ എല്ലാ ജോലി മേഖലയിലും കമ്പ്യൂട്ടർ സ്കിൽസ് ആവശ്യമാണ്. അതിനാൽ ടൈപ്പിംഗ് സ്കിൽസും വേണം. അതിന് ബ്രോ എനിക്ക് ടൈപ്പിംഗ് അറിയാം, അങ്ങനെയല്ല. ടൈപ്പിംഗ് മിനിമം 50 വേർഡ്സ് പെർ മിനിറ്റ് വേണം. നിങ്ങൾക്ക് ഒരു മിനിറ്റിൽ 50 വാക്കുകൾ 98% മുകളിൽ ആക്യുറസി ഉണ്ടായിരിക്കും. AI സ്കിൽസ് രണ്ടാമത്തെ വേണ്ട ഏറ്റവും ആവശ്യമായ സ്കില്ലാണ് AI സ്കിൽ. 2022 ശേഷം ശരിക്കും AI കാലഘട്ടമാണ് ആരംഭിച്ചത്. കൊറോണ കഴിഞ്ഞ ആ കാലഘട്ടത്തിൽ AIക്കുണ്ടായ വളർച്ച വളരെ വലുതാണ്. ഒരുപാട് ജോലികൾ AI ഏറ്റെടുത്തു എന്ന കാര്യം നമുക്കറിയാം. പക്ഷേ AI ഒരു ടൂൾ മാത്രമാണ്. ഉദാഹരണത്തിന് ചെയിൻസോ വന്നപ്പോൾ കോടാലി കൊണ്ട് മരം വെട്ടുന്നതിനേക്കാൾ വേഗത്തിൽ ജോലികൾ ചെയ്യാൻ തുടങ്ങി. എന്നാൽ AI അത്ര സിമ്പിൾ അല്ല. AI കൃത്രിമ ബുദ്ധിയാണ്. ഇത് ചെയിൻസോമായി കണക്ട് ചെയ്താൽ അതിന് മരം നോക്കി ഏത് തരത്തിൽ വെട്ടാമെന്ന് വരെ നിർണ്ണയിക്കാനുള്ള ശേഷി നൽകും. ഇത്രയും ഉദാഹരണ സഹിതം പറഞ്ഞത് AI മനസ്സിലാക്കാൻ ആണ്. നമുക്ക് ടോപ്പിക്കിലേക്ക് തിരികെ വരാം. AI അല്ല, പകരം AI യൂസ് ചെയ്യാൻ പഠിച്ച ആൾക്കാരാണ് ജോലി റീപ്ലേസ് ചെയ്യുന്നത്. അതുകൊണ്ട് AI സ്കിൽ പഠിച്ചാൽ നിങ്ങൾ ഇതിൽ നിന്നും രക്ഷപ്പെടാൻ സാധിക്കും. ഈ വീഡിയോയുടെ താഴെ പ്രോംപ്റ്റ് എന്ന് കമൻറ്റ് ചെയ്താൽ AI പ്രോംപ്റ്റ് എഞ്ചിനീയറിങ്ങിനെ കുറിച്ച് വിശദമായി പഠിക്കാൻ സഹായിക്കുന്ന ഒരു PDF ഞാൻ നൽകാം. പക്ഷേ അതിന് മിനിമം 20 കമൻറ്റുകളെങ്കിലും വേണം. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ് മാർക്കറ്റ് റിസർച്ച് നടത്തുക എന്നത്. ഇത് ജോലിക്ക് മാത്രമല്ല, ബിസിനസ്സിനും സോഷ്യൽ മീഡിയയ്ക്കും 100% യൂസ്ഫുൾ ആണ്. ഡിജിറ്റൽ വേൾഡിലെ ട്രെൻഡുകൾ, തൊഴിൽ വേണ്ട സ്കില്ലുകൾ, അത് എങ്ങനെ ഉപയോഗിക്കാം എന്നതിനെക്കുറിച്ചും ഇതിലൂടെ മനസ്സിലാക്കാൻ സാധിക്കും. ഇത് കണ്ടവർ കരിയറിലേക്ക് മാറ്റം കൊണ്ടുവരാൻ ഒരു ആക്ഷൻ എടുക്കുക. നിങ്ങൾ ഇതുവരെ കണ്ടെങ്കിൽ നിങ്ങളുടെ പേര് എഴുതി "ഐ വിൽ ഗെറ്റ് ഇറ്റ്" എന്ന് കമൻറ്റ് ചെയ്യുക. ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ജോലിക്ക് ഉപകാരപ്പെടും. എന്നാൽ ഇൻ്റർവ്യൂവിന് നല്ലൊരു കമ്മ്യൂണിക്കേഷൻ സ്കിൽ ഇല്ലാതെ പോയാൽ ഈ പഠിച്ച സ്കില്ലുകൾ കൊണ്ട് ഒരു കാര്യവുമില്ല. നിങ്ങൾക്ക് കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് എങ്ങനെ ഇമ്പ്രൂവ് ചെയ്യണമെന്നറിയെങ്കിൽ ഈ കാണുന്ന വീഡിയോ കണ്ടു നോക്ക്. അപ്പോൾ നമുക്ക് അവിടെ കാണാം.